പിന്നെ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞിരുന്നു, നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു കറാമത്തായിട്ട് മാലകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും റൂഹിന്റെ കൊട്ട തട്ടിയും. അപ്പൊ മൂപ്പര് പറഞ്ഞു അതിന്റെ പേര് വ്യക്തമാക്കണം. ഞാൻ പിറ്റേ പ്രസംഗത്തിൽ പേരും വ്യക്തമാക്കി, ഊരും വ്യക്തമാക്കി, നന്നായിട്ട് പറഞ്ഞു. പിന്നെ മൂപ്പര് വന്നിട്ട് പറയണേ, പേര് പറഞ്ഞിട്ടില്ല, ധൈര്യം ഉണ്ടെങ്കിൽ പേര് പറ, എഴുതിയ ആളെ പേര് പറ, മാലയുടെ പേര് പറ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പിന്നെയും പറഞ്ഞു കൊടുത്തു, പിന്നെയും വായിച്ചു. അപ്പൊ മൂപ്പര് വന്നിട്ട് പിന്നെന്താ പറയുന്നറിയോ, ഇപ്രാവശ്യം അതിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. കളവല്ലേ ആ പറഞ്ഞ, ഇപ്രാവശ്യമാണോ ഞാൻ പറഞ്ഞത്? ഞാൻ 2 തവണയും എല്ലാ തവണയും ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മൂപ്പര് പറയണത് കൊട്ട തട്ടിയ മാലയുടെ പേരൊക്കെ മൂപ്പര് ഇപ്രാവശ്യം പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. കേൾവിക്കാർക്ക് മനസ്സിലാവൂലേ, ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേകം ക്ലിപ്പിട്ട് മുൻ പ്രസംഗം പോലും കേൾപ്പിച്ചതാ. ഇപ്രാവശ്യം പറയുന്നുണ്ട്. മുൻ പ്രസംഗം ക്ലിപ്പിട്ടിട്ടാണ് കഴിഞ്ഞ ഈ പ്രസംഗത്തിന്റെ അവസരത്തിൽ നമ്മൾ ആ കാര്യത്തെ ബോധ്യപ്പെടുത്തിയത്. അപ്പൊ നിഷേധിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പറയണം, അതൊന്നും നിങ്ങൾക്ക് സ്ഥാപിക്കാനൊന്നും കഴിയൂല. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾ ആ അസ്റായീൽ റൂഹിന്റെ കൊട്ട തട്ടി എന്ന് പറയുന്ന കഥ നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകളിൽ ഉള്ളതാണ്. നിങ്ങളുടെ പുറത്ത് വെച്ച് കിട്ടും ഞങ്ങളത്. റൂഹിന്റെ കൊട്ടയാണ് തട്ടി, അങ്ങനെ എല്ലാവരുടെയും റൂഹ് ഇങ്ങോട്ട് തിരിച്ചു വന്നു. ആകെ കൂടി പ്രശ്നമായി പറയില്ലേ. അസ്റായീല് അള്ളാഹിനോട് സങ്കടം പറഞ്ഞു. അപ്പൊ അള്ളാഹ് അങ്ങോട്ട് വിമർശിക്കാ ചെയ്തത്, ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എൻ്റെ ഗൗസല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിമർശിക്കുകയാണ് ചെയ്തത് എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന ആശയം. ഇനി നിങ്ങൾ ഏത് മാലയും അംഗീകരിക്കില്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്ന മറ്റ് കിതാബുകളിലില്ലേ? ഇല്ലെങ്കിൽ അതൊന്നും അടുത്ത പ്രസംഗത്തിൽ പറയണം. അപ്പം മൂപ്പരുടെ നിഷേധമൊന്ന് കേട്ടോളൂ. അതുപോലെ നമ്മളെ കൊട്ട തട്ടിയതൊക്കെ മൗലവി ഇപ്രാവശ്യം പേര് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല മൗലവി, അതൊന്നും സ്ഥിരപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. മൂപ്പരന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മളത് തെളിയിക്കുമ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ തെളിയിക്കാൻ കഴിയൂല എന്ന് പറയാം. ഓരോ പ്രശ്നം മൂപ്പര് ആദ്യം വയനാട്ടിൽ പോകുമ്പോൾ ഭയങ്കര ഗംഭീരമായിട്ടാണ് പറയും. എന്നിട്ട് അതിൽ ജയല്ല എന്ന് കണ്ട മൂപ്പരെന്ത് ചെയ്യും, പതുക്കെ അതൊക്കെ ഇപ്പൊ ഇവിടുത്തെ ഒരു വിഷയ, അതൊന്നും സാരല്ല, ഞാനതൊന്നും വിഷയമാക്കിയിട്ടില്ല എന്ന് പറയും. ആ കൂട്ട